ഹായ് എവരി വൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാർ. എല്ലാ വീഡിയോൻ്റെയും തുടക്കത്തിൽ ഞാൻ ഇങ്ങനെയാണ് നിങ്ങളെ സ്വാഗതം ചെയ്യാറുള്ളത്, ഹൃദയം നിറഞ്ഞ സ്വാഗതം അല്ലേ. പക്ഷേ ഈ ഒരു വീഡിയോയ്ക്ക് അങ്ങനെ ഒരു ഹൃദയം നിറഞ്ഞ സ്വാഗതം തന്ന് നിങ്ങളെ വിളിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് ഒരുപക്ഷെ അത്ര നല്ലൊരു വാർത്തയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RRB ഗ്രൂപ്പ് ഡി അല്ലെങ്കിൽ RRC ഗ്രൂപ്പ് ഡി അല്ലെങ്കിൽ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എഴുതുന്നവർക്ക് ഇത്രയും കാലം നമ്മൾ വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ എങ്ങനെയാണ് പരീക്ഷ നടക്കാൻ പോകുന്നത് എന്ന് നമ്മൾ അസ്യൂം ചെയ്തിരുന്ന ഒരു പാറ്റേണിൽ എൻറ്റയർലി വലിയൊരു മാറ്റം എന്ത് ചെയ്തിട്ടുണ്ട്, റെയിൽവേ ഇന്ന് പുറത്തു വിട്ടിട്ടുണ്ട്. അതായത് ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഇന്ന് വന്ന കാര്യങ്ങൾ ഞാൻ പറയാം, എന്നതിന് ശേഷം ഇതെങ്ങനെയാണ് എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. RRB ഗ്രൂപ്പ് ഡിയുടെ ഡേറ്റ് പറഞ്ഞിരുന്നത് ഫെബ്രുവരി 23-ാം തീയതിയാണ് RRB ഗ്രൂപ്പ് ഡിയുടെ ഡേറ്റ് പറഞ്ഞിരുന്നത്. അത് അതേ ദിവസം തന്നെ നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. RRB NTPCയുടെ ദിവസത്തിൽ മാത്രമാണ് ഒരു ചെറിയ മാറ്റം വന്നിരുന്നത്. മുൻപ് പറഞ്ഞിരുന്നത് ഫെബ്രുവരി 14 മുതൽ 18 വരെ എന്നുള്ളതായിരുന്നു. ആ ഡേറ്റ് ഒന്ന് മാറ്റിയിട്ട് ചെറുതായിട്ട് ഒറ്റ ദിവസത്തെ മാറ്റേയുള്ളൂ. ഫെബ്രുവരി 15 മുതൽ 19 വരെയാണ് NTPC ടയർ നടക്കാൻ പോകുന്നത് എന്ന് RRB പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൊറോണയാണ്, ബാക്കി ഇഷ്യൂസ് ആണ്, അതുകൊണ്ട് പരീക്ഷ നടക്കുമെന്നൊക്കെ ചോദിച്ചവർക്ക് അതിനുള്ള ഉത്തരം ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. രണ്ടാമതിന് നമ്മുടെ വിഷയത്തിലേക്ക് ഗ്രൂപ്പ് ഡിയിലോട്ട് വരുന്ന സമയത്ത് അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്ന 23/2/2022. ചിലപ്പോൾ മനസ്സിൽ വിചാരിക്കണം, ഫസ്റ്റ് സ്റ്റേജോ, എന്താ ഈ സംഭവം, ഫസ്റ്റ് സ്റ്റേജ് RRC ഗ്രൂപ്പ് ഡിക്ക് ആകെ ഒരു സ്റ്റേജല്ലേ ഉള്ളൂ എന്നുള്ളത്. അവിടെയാണ് ഒരു പ്രശ്നം വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെയാണ് RRB അതൊന്ന് പരിഷ്കരിച്ചിരിക്കുന്നത്. ഇനി അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ RRC ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്കും RRB NTPC പോലെ തന്നെ 2 ടയറുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും, ഇന്ന് വന്ന നോട്ടിഫിക്കേഷൻ ആണ്. ഇതിന്റെ PDF-ഉം കാര്യങ്ങളെല്ലാം ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്. 2 ടയറുകൾ ഉണ്ടാവുന്നതാണ് പറയുന്നത്. അതിനുള്ള റീസൺ ആയിട്ട് അവർ പറയുന്നത്, ഇൻ വ്യൂ ഓഫ് ദ ലാർജ് നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് റിസീവ്ഡ്, 1 കോടിയിലധികം അപ്ലിക്കേഷൻസ് കിട്ടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. സോ അത്രയും വന്നതുകൊണ്ട് അവർക്ക് മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് എന്നുള്ള കാരണമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ 2 സ്റ്റേജ് ആയിട്ടാണ് പരീക്ഷകൾ നടത്താൻ പോകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലെ ആദ്യത്തെ ടയർ ആസ് യൂഷ്വൽ ആസ് നോർമലി അവർ മുൻപ് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഫെബ്രുവരി 23 സ്റ്റാർട്ട് ചെയ്യും. ഇനി രണ്ടാമത്തെ ടയറിൽ എന്താണ് മാറ്റം വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിലബസിലോ കാര്യങ്ങളിലോ ഒന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ല. എന്താണോ ടയർ 1-ലുള്ളത് അത് തന്നെയാണ് വരുന്നത്. സെയിം ആസ് CBT ആണ്, അവർ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ടയർ 2-ലോട്ട് വരുമ്പോൾ NTPC പോലെ എത്ര മാർക്കായിട്ട് മാറുന്നുണ്ട്, 120 മാർക്കും അതുപോലെ തന്നെ 90 മിനിറ്റ് സമയവുമായിട്ട് മാറുന്നുണ്ട്. പിന്നെ ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല. എന്താണോ ഗ്രൂപ്പ് ഡിയുടെ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ സാധാരണ ഇതുവരെ നമ്മൾ വിശ്വസിച്ചിരുന്നത്, ജനറൽ സയൻസ് അവിടെ 25-നായിരുന്നു, അത് 30-ആയി. മാത്സ് 25-നായിരുന്നു, അത് 30-ആയി. റീസണിങ് 30-നായിരുന്നു, അത് 35-ആയി. GK ആൻഡ് കറണ്ട് അഫയേഴ്സ് 20-നായിരുന്നു, അത് എന്തായി, അത് 25-ആയി. അതായത് എല്ലാ സബ്ജക്റ്റിലും ഒരു 5 മാർക്ക് വെച്ച് കൂട്ടിയിട്ട് ടയർ 1-ന്റെ 100 എന്നുള്ളത് ഇവിടെ കൊണ്ടുവന്നപ്പോൾ എന്താക്കിയിട്ട് മാറ്റി, 120 മാർക്കായിട്ട് മാറ്റി. പിന്നെ പറഞ്ഞിരിക്കുന്നത് ടയർ 2-ലോട്ട് 15% ആളുകളെയാണ്, 15 മടങ്ങ് ആളുകളെയാണ്, 15% എന്നല്ല, 15 മടങ്ങ് ആളുകളെയാണ് നോട്ടിഫൈഡ് വേക്കൻസീസിന്റെ എന്തെടുക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്, ടയർ 2-ലോട്ട് എടുക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ പറയുന്ന ഒരു പണി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ ഇതിനൊരു പണി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം, ഇത് ഒബ്വിയസ്ലി ഇത് ഭയങ്കരമായിട്ട് ടൈം കൺസ്യൂമിംഗ് ആണ്. കാരണം ഇനി നമുക്കറിയാം, ഈ ഒരു ടയർ 1 കഴിയണം, ദെൻ അതിന്റെ റിസൾട്ട് വരണം, എന്നിട്ട് ടയർ 2 കണ്ടക്ട് ചെയ്യണം, ദെൻ അത് കഴിഞ്ഞ് അതിന്റെ എന്ത് നടക്കണം, ഫിസിക്കൽ നടക്കണം. നമുക്കറിയാം RRB NTPCക്ക് ഇല്ലാത്ത, എന്നാൽ RRB ഗ്രൂപ്പ് ഡിക്കുള്ള ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത്, ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ആ ഫിസിക്കൽ ടെസ്റ്റിലോട്ട് മൊത്തം വേക്കൻസീസിന്റെ 3 മടങ്ങ് ആളുകളെയാണ് എടുക്കുക എന്നുള്ളതാണ് അവർ ആദ്യം നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ അത് കഴിഞ്ഞ് ആസ് യൂഷ്വൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ 5% ആളുകൾ എക്സ്ട്രാ എടുക്കും. അതായത് 100 ഒഴിവുകളാണുള്ളതെങ്കിൽ, ആ ഫിസിക്കൽ ഇതിൽ നിന്ന് ക്വാളിഫൈ ആവുന്നതിൽ നിന്നും 100 ഒഴിവുകളാണുള്ളതെങ്കിൽ അവർ എന്ത് ചെയ്യും, ഒരു ബാക്കപ്പ് ആയിട്ട് 105 ആളുകൾ, 5 ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ട്രാ എടുക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് RRB ഗ്രൂപ്പ് ഡിയുടെ പരീക്ഷയിൽ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള വലിയൊരു മാറ്റം എന്ന് പറയുന്നത്. ബേസിക്കലി ഒരു ടയർ 2 ഇടയിൽ വന്നു, 120 മാർക്കിന്റെ ഒരു ടയർ 2 കൂടി എഴുതി നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ദെൻ ഫിസിക്കൽ കഴിഞ്ഞ് ദെൻ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യേണ്ടി വരിക, നിങ്ങൾക്ക് ജോലി ലഭിക്കുക. അപ്പോൾ ഈ ടയർ 2 എന്ന് പറയുന്ന സാധനം ഇതുവരെ ഇല്ല. ഇന്നിപ്പം ആകാശത്ത് നിന്ന് പൊട്ടി വീണിട്ടുള്ള, ഗ്രൂപ്പ് ഡിയെ സംബന്ധിച്ചിടത്തോളം ആകാശത്ത് നിന്ന് പൊട്ടി വീണിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഈ ടയർ 2 എന്ന് പറയുന്നത്. ഇത് എന്തൊക്കെ പറഞ്ഞാലും നല്ലതാണ് എന്ന് എനിക്ക് എന്തോ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒബ്വിയസ്ലി ഇതിൽ ഏറ്റവും വലിയൊരു ഫാക്ടറായിട്ട് ഞാൻ കാണുന്നത്, കാരണം നിങ്ങളിൽ പലരും എത്രയും പെട്ടെന്ന് ഒരു ജോലി കിട്ടുക എന്നുള്ളൊരു ആഗ്രഹത്തിന് പുറത്ത് വർക്ക് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി കഠിനമായി പ്രയത്നിക്കുന്നവരാണ്. NTPC ടയർ 1 കിട്ടാത്ത പലരും ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി എന്താ പറയുക, നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. എനിക്കറിയാം, പേഴ്സണലി മെസ്സേജ് അയച്ചും അതുപോലെ തന്നെ കമന്റ്സിലൂടെയൊക്കെ അറിയിച്ചവരുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വെല്ലുവിളി തന്നെയാണ്. പക്ഷെ എന്താ പറയുക, നമുക്കിതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഞാൻ അതിനെ പറ്റിയൊക്കെ ഒന്നുകൂടി അസസ് ചെയ്തിട്ട് ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും പറഞ്ഞു തരാൻ എന്തായാലും ശ്രമിക്കാം. അപ്പം ഇങ്ങനൊരു ന്യൂസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ RRBയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ടയർ 1 കിട്ടിയവർ, NTPC ടയർ 1 കിട്ടിയവർ കട്ടയ്ക്ക് ടയർ 2 പഠിക്കുക. ഗ്രൂപ്പ് ഡിക്ക് ഒരു ടയർ 2 വന്നു എന്നുള്ളത് ടൈം കൺസ്യൂമിങ് കുറച്ചുകൂടി കൂടുതലാവും, അല്ലെങ്കിൽ എടുക്കുന്ന ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആവാനുള്ള
ടൈം കൂടുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു വലിയ മാറ്റം വന്നിട്ടില്ല. അതൊരു വലിയ മാറ്റം തന്നെയാണ്. എനിക്കറിയാം, ഞാൻ പറയുന്നത് നിങ്ങളുടെ പ്രിപ്പറേഷനിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സിലബസിലോ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിലോ പ്രത്യേകിച്ച് ഒരു വലിയ മാറ്റം വന്നിട്ടില്ല. എന്തായാലും ഇത് വന്നു. ഇനി എങ്ങനെയാണത് എന്താ പറയുക ടാക്കിൾ ചെയ്യുക എന്നുള്ളത് നമുക്ക് വഴിയെ നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ താഴെ അറിയിക്കുക. ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എങ്ങനെ ചെയ്തതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളതും എന്ത് ചെയ്യുക, താഴെ ഒന്ന് അറിയിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ വിയോജിപ്പ് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അസസ്മെന്റ് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്, താഴെ കമന്റ് സെക്ഷനിൽ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു നല്ലൊരു ഡിസ്കഷൻ നമുക്ക് നടത്താം. നിങ്ങൾ ഇതുപോലെ പറയുന്നവരും അതിനെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും എല്ലാവരും ഉണ്ടാവും. പക്ഷെ അനുകൂലിക്കുന്നവർ അധികം ഉണ്ടാകുമോ എന്ന് എനിക്ക് എൻ്റെതായിട്ടുള്ള സംശയമുണ്ട്. എനിക്ക് തോന്നുന്നില്ല അധികം ആരെങ്കിലും അവിടെ ഉണ്ടാവും എന്നുള്ളത്. എന്തായാലും ഇത്രയും നേരം ഞാൻ പറഞ്ഞതെല്ലാം കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിക്സ്. ഹാവ് എ നൈസ് ഡേ.